നമസ്കാരം. കാലം നിൻ്റെ മുമ്പിൽ വിശാലമായി കിടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ, അതായത് പഴയ കാലം, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് സത്യം പറഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ, അച്ഛനോ വയ്യാതെ കിടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അമ്മയ്ക്ക് വയ്യാതെ കിടക്കുകയാണെങ്കിലോ അവർക്കൊക്കെ ഭയങ്കര ബേജാറാണ്. ഒരു ഭാര്യ ഭർത്താവായി കഴിയുമ്പോൾ ഭാര്യയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ട് ഭാര്യ മരണപ്പെടുകയോ അല്ലെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും പറ്റിയിട്ട് ഭർത്താവ് മരണപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, പഴയ കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇവർക്കൊക്കെ ഭയങ്കര സങ്കടമാണ്. ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ സങ്കടം. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ അനുഭവിച്ചാണ്. കാരണം എൻ്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് അച്ഛൻ മരിക്കുന്നത്. പക്ഷെ അതിനുശേഷം അച്ഛൻ ഭയങ്കര ഒരു ഡിപ്രഷനിൽ പോയ ഒരാളാണ്. നല്ല വെള്ളടിയൊക്കെ ഉണ്ടായിരുന്നു, വെള്ളടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ചിലപ്പോൾ വീട്ടിലൊക്കെ വഴക്കുള്ള ദിവസം, എല്ലാ ദിവസവും വഴക്കായിരിക്കും, എല്ലാ ദിവസവും നന്നായിട്ട് വഴക്ക് കൂടും. പക്ഷേ എങ്കിൽ പോലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അവർ ഒരുമിച്ച് ഇരിക്കുന്നത് നമ്മൾ കാണും. അതാണ് ആ ഒരു സ്നേഹത്തിൻ്റെ വില. നമ്മളൊക്കെ അച്ഛനമ്മമാരൊക്കെ പണ്ട് കാലത്തുള്ള ഒരു സ്വഭാവം അങ്ങനെയായിരുന്നു. മരണപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവർക്ക് ഭയങ്കര സങ്കടമാണ്. അവർക്ക് ആ സങ്കടങ്ങളൊന്നും തീർത്താൽ തീരില്ല, അത്രയും സങ്കടമാണ്. ഒരു ഭാര്യയും ഭർത്താവും എത്ര തല്ലൂടിയാലും. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടം നോക്കുമ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഇതൊരു തെറ്റോ ശരിയോ എന്നൊന്നും എനിക്കറിയില്ല. അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ കാഴ്ചപ്പാട് ഒരു ഭാര്യയ്ക്കോ ഭർത്താവിനോ വയ്യാതായി കഴിഞ്ഞാൽ ഇതൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ. ഒരു ഭാര്യയ്ക്ക് വയ്യെങ്കിൽ ഭർത്താവ് കുറേ നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, ഇതെങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളാണ്. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ്. ഇതൊരു തെറ്റോ അല്ലെങ്കിൽ വേറൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, അത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. നമുക്ക് ആർക്കെങ്കിലുമൊക്കെ വയ്യാതെ ആയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ അത് പോയി കിട്ടണം. അതാണ് പഴയ കാലം ഇപ്പോഴത്തെ കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അതാണ് നോവിൻ്റെ കനലുകൾ ഉള്ളിൽ എരിയുമ്പോഴും എന്നുള്ള സംഭവങ്ങളൊക്കെയാണ് അന്നത്തെ സമയത്ത്. അത് പഴയ കാലത്ത് ആ ഒരു നോവിൻ്റെ കനലുകൾ ഉള്ളിൽ എപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നോവിൻ്റെ കനലുകളൊന്നും എരിയുന്നില്ല. എരിഞ്ഞ് അമർന്നാൽ മതി എന്ന് കാത്തിരിക്കുന്ന ആളുകളാണ് ഇന്നെല്ലാവരും.